ഏതായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായി ഇപ്പോൾ ഒന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം പറയുന്നില്ല എങ്കിൽ പോലും അനൗദ്യോഗികമായി പാർട്ടിക്കുള്ളിൽ അത്തരത്തിലുള്ള നീക്കം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടക്കാനിരിക്കുകയാണ്. 11 മണിയായിരുന്നു ആ സമയം പറഞ്ഞിരുന്നത്. പക്ഷേ അല്പം കൂടി വൈകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വലിയ ഒരു രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നതിൽ സംശയമില്ല. കാരണം ഒരുപക്ഷെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയ തോതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഇനി കാത്തുവെച്ചിരിക്കുന്ന ഒരു പ്രഖ്യാപനം? ഇത് യഥാർത്ഥത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ വലിയ സസ്പെൻസും വലിയ വിവാദങ്ങളും ഒക്കെയായി തന്നെ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ കോൺഗ്രസിനും അതോടൊപ്പം CPMനും BJPയും വലിയ തോതിൽ ഒരു ത്രികോണ മത്സരം എന്ന് പറയാൻ തക്കവണ്ണം വലിയൊരു മത്സരത്തിലേക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വലിയ വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ടെസ്റ്റ് കൂടി എത്തുന്നത്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഇനി BJPക്ക് തുടരുക എന്നത് വലിയ ഒരു പ്രശ്നമാണ്. ഇത്രയധികം ആരോപണങ്ങൾ വലിയൊരു പ്രതിസന്ധി BJPക്കുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നു സന്ദീപ് വാര്യർ. അതോടൊപ്പം തന്നെ BJPക്ക് കഴിയുമെങ്കിൽ ജയിച്ചു പോകാൻ തക്കവണ്ണം ഉള്ള ഒരു സീറ്റ്, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് എന്നതിൽ പാലക്കാട് എന്നതിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് സന്ദീപ് വാര്യർ കടുത്ത ഒരു പ്രതിസന്ധി പാർട്ടിക്ക് ഉള്ളിൽ ഉയർത്തിയിരിക്കുന്നത് എന്നതും വലിയ ഒരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ എത്തുന്നു എന്ന ചില സൂചനകൾ പുറത്തു വരുന്നത്. നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചിരിക്കുന്ന മുഖത്തിൻ്റെ പിന്നിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കമാണോ എന്ന സംശയങ്ങൾ ഉടലെടുക്കുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ ഒരു നീക്കം, ഔദ്യോഗിക പ്രഖ്യാപനം ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏതായാലും അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഇപ്പോൾ അണിനിരന്നിട്ടുണ്ട്. ഏതായാലും വലിയ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇത് എന്നതിൽ സംശയമില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ പ്രഹരമുണ്ടാക്കുന്നതാണ്. കാരണം